സിനിമയിലേക്ക് നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പീഡനം എന്നായിരുന്നു കേസിന്റെ ടാഗ് എന്ന് പറയുന്നത്. ഒമർ ലുലു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിനയിക്കണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ സിനിമയിൽ കയറി പറ്റാൻ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾക്ക് അവസരങ്ങൾ ഞാൻ തരാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ സെക്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സ് വെക്കാതെ നമ്മളെ ഒരാൾക്ക് ചതിക്കാൻ കഴിയില്ല. എനിക്ക് അവരുടെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ നിന്നും വിട്ടു നിന്നിരുന്നത് എന്ന് മീര ജാസ്മിൻ തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്നൊക്കെ മാഞ്ഞു പോകുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ ഗംഭീരമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് ഒരു അവസരം കിട്ടാതിരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ രാഹുലെ? കുറേ കാലമായിട്ട് സിനിമാ മേഖലയിലെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ടും സമൂഹത്തിലേക്ക് സിനിമാ മേഖലയിലെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ അടുത്തിടയ്ക്കായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ റീല് കാണുന്നത്. അപ്പോൾ അതിനകത്തിൽ രണ്ട് കാര്യമാണ് ആ റീലിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാ റീൽസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അവർക്ക് ഏതോ ഒരു റീലിനകത്ത് പെട്ടെന്ന് ഇവരുടെ നേവല് കാണുന്ന ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇവർ നോർമലി റീൽസ് ചെയ്യുമ്പോൾ ഒരു 1000-2000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിട്ടപ്പോഴത്തേക്കും ഒരു 200K 500K വ്യൂസായി വലിയ റീച്ചിലേക്ക് പോയെന്ന് അവർ ആദ്യമായിട്ടൊരു വീഡിയോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഇതാണ് വേണ്ടത്. അങ്ങനെ പുള്ളിക്കാരത്തി എക്സ്പോസിങ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനകത്തിൽ മറ്റൊരു കാര്യം വേറൊരു റീലിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ സിനിമയിലേക്ക് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ്. ആ സമയത്ത് സിനിമയിലേക്ക് നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് തയ്യാറാകും, അവർക്ക് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകും എന്നുള്ളത്. ശരിക്കും ഇത് ഓപ്പണായിട്ട് ഒരാൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് ഒരു ഒളിഞ്ഞൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അത് നല്ലതാണ്. അവർ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, ഇപ്പൊ അവർക്ക് ഒരു വേഷം ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണ്. അത് അവരുടെ ഇഷ്ടമാണ്, അവരങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് അവരുടെ സിനിമയോടുള്ള അഭിനയമോഹം കൊണ്ട് അഭിനയിക്കണം, അത് തെറ്റല്ലെന്നല്ല, എങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പരാതിയായിട്ട് വന്ന് അതിന്റെ മീഡിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. അവർ ഓപ്പണായിട്ട് പറഞ്ഞത് എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ഒമർ ലുലുവിൻ്റെയും വിജയ് ബാബുവിൻ്റെയും കേസായിരിക്കും. എനിക്കിത് കേട്ടപ്പോൾ ഈ രണ്ട് കേസുകളാണ് ഓർമ്മ വന്നത്. ഇത് രണ്ടിൻ്റെയും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമർ ലുലു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. വിജയ് ബാബുവിൻ്റെ കേസ് വളരെ കത്തിയതായിരുന്നു. വിജയ് ബാബു തന്നെ വന്നിട്ടായിരുന്നു ആ വിക്ടിമിന്റെ പേരും വിവരങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടത്. അപ്പൊ ഈ രണ്ട് കേസുകളാണ് പൊതുവെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ അവസരം കൊടുക്കാവുന്ന രീതിയിൽ ഈ യൂസ് ചെയ്തിട്ടുള്ള ഒരാളുടെ മാത്രം ജീവിതം നശിച്ച പോരല്ലോ. ഇതിപ്പം പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരാളൊരു അവസരം അതിനുവേണ്ടി ഇപ്പം മറ്റേ ആരോ പറഞ്ഞ പോലെ നമ്മൾ മനസ്സ് വെക്കാതെ നമ്മളെ ഒരാൾക്ക് ചതിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ഒരാൾക്ക് ചതിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ അവർ നമ്മുടെ അടുത്ത് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതേ രീതിയിൽ അവർ നിന്ന് കാണും. ആ ഒരു ധൈര്യം, അവർക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം അവരിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാവാം ചോദിക്കുന്നതും. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് കാണുന്നവരോട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യല്ല. കാര്യമൊന്നുമല്ല. ശരിക്കും രാഹുൽ, ഇതിനകത്തിൽ പെട്ടുപോകുന്ന കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് മെയിൻ സ്ട്രീം അങ്ങനെയൊന്നും അല്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഇത്ര അപ്ഗ്രേഡ് ചിന്താഗതികൾ ഉണ്ടാവില്ല. വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ചില സിറ്റുവേഷനിൽ നിന്ന് അങ്ങനെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ പല സിനിമയിലേക്ക് പണ്ട് തൊട്ടേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരെയൊക്കെ സിനിമയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ തന്നെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം മോഹൻലാലിനെ തേടി മകനാണെന്നും പറഞ്ഞ ഒരാൾ വരുന്നു. ആ മകൻ ജനിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ അവൻ്റെ അമ്മ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അങ്ങനെ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ മേഖലയുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം സെൻസേഷണൽ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കേസുകളായിരുന്നു ഒമർ ലുലുവിൻ്റെയും വിജയ് ബാബുവിൻ്റെയും അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പീഡനം എന്നായിരുന്നു കേസിന്റെ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസുകൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവർ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് റൂമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് നിലനിൽക്കുമോ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. ചീറ്റിംഗ് എന്ന ലെവലിൽ മാത്രമേ പോകത്തുള്ളായിരിക്കും.
പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പെട്ടുപോകുന്ന സ്ഥലങ്ങളിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അതെ, വക്കീലും വരൂല. അത് വല്ലാത്തൊരു അതായത് നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ അങ്ങനെ അഭിനയിക്കണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ സിനിമയിൽ കയറി പറ്റാൻ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. അവരെ ഞാൻ ഒരിക്കലും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ല. അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരിക്കലും ഒരാളുടെ ആഗ്രഹമാണ്. അത് സ്വപ്നത്തെ മുതലെടുക്കുന്ന ആ സ്വപ്നത്തെ മുതലെടുത്തുകൊണ്ട് അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം കേസുകളും എനിക്ക് അതേപോലെ ഫീൽ ചെയ്തിട്ടില്ല, ജെന്യൂൻ ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ്റെ കേസാണെങ്കിൽ കൂടി അവർ തന്നെയുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് നമുക്ക് നമ്മളെ ഹരാസ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ വല്ലാത്ത രീതിയിൽ പുഷ് ചെയ്തിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, പിടിച്ച് വലിച്ചു കൊണ്ടുപോയുള്ള അങ്ങനെയുള്ളതൊന്നുമല്ല. ഇവർ ഓൾറെഡി ഫെമിലിയർ ആയിരുന്നു, കരിക്ക് സീരീസിലൊക്കെ ഫെമിലിയർ ആയിരുന്നു. എന്തായാലും അല്ല, അതിനകത്തിൽ വിജയ് ബാബുവിന്റെ റെസ്പോൺസ് ആണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവർ ഒരു റിലേഷൻഷിപ്പ് കാണുമായിരിക്കാം, അങ്ങനെ വന്ന കാര്യങ്ങളായിരിക്കാം. റിലേഷൻ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് റൂമിലേക്ക് പോകുന്നത്. ആ വിഷ്വലൊക്കെ എനിക്ക് തോന്നുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്ത് ഇവര് ഒരുമിച്ച് വളരെ ഒരു സ്ട്രെസ്സായിട്ട് നീ എൻ്റെ കൂടെ വരണം, ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഫീലൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒരുമിച്ച് തന്നെ റൂം എടുക്കുന്നു, റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇനി ഏത് രീതിയിലുള്ള വൈൽഡ് സെക്സ് ആണോ നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയത്തില്ല. അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് അവസരങ്ങളൊന്നും കൂടുതൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവസരങ്ങൾ ഞാൻ തരാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ സെക്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണ് സിനിമാ മേഖല പോകുമ്പോൾ ഒരു കാലത്ത് ഇവിടെ സിനിമയോടൊരു പേടി ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചീത്തയാവും, ചീത്ത കാര്യമാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കാര്യം വീണ്ടും ടാഗ് ചെയ്യപ്പെടുകയാണ് സിനിമയിലേക്ക്. കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരും നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടൂ. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഈ സിനിമയെ വർഷങ്ങളോളം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു അവസരം ഒരു സ്ക്രീനിൽ ഒരു ജൂനിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോളെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെയൊക്കെ സ്വപ്നങ്ങളൊന്നും ഒരു സാക്ഷാത്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെയും കേട്ടിട്ടുണ്ട്. ഒരു കാലത്തൊക്കെ രാഹുൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, പെട്ടെന്നൊക്കെ മാഞ്ഞു പോകുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ ഗംഭീരമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് ഒരു അവസരം കിട്ടാതിരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ? അതെ, ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവര് താല്പര്യമില്ലാത്തതിന് താല്പര്യം കാണിക്കുന്ന ചിലരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് അവസരം കൊടുക്കും. അത് എനിക്കതിനോട് പണ്ട് മീര ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അവസരങ്ങൾ എന്താണ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ ആയിരുന്നു തോന്നുന്നു, എന്തുകൊണ്ടാണ് മീര വീണ്ടും സിനിമയിലേക്ക് അങ്ങനെ ഒരു കാലത്ത് മീര ജാസ്മിൻ്റെ ഒരു ഇറയായിരുന്നു, അതിനുശേഷം പെട്ടെന്ന് അവരെ കാണാതെ എന്തുകൊണ്ടാണ് പിന്നെ സിനിമയിൽ നിൽക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവരുടെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ നിന്നും വിട്ടു നിന്നിരുന്നത് എന്ന് മീര ജാസ്മിൻ തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്ത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് അങ്ങനെയൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ സിനിമയിൽ ഇല്ലാത്ത തന്നെ ഈഗോ ആയിരിക്കാം, ആർട്ടിസ്റ്റുകളുടെ ഇടയിലുള്ള ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഒരു മാടമ്പിത്തരമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്ട്രസുകളെ കാണുന്നത് വെച്ചാൽ നമ്മൾ പറയുന്ന ഈ ഒരു മേഖലയുടെ അകത്ത് നിൽക്കണം, ഒരു വേർതിരിവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീര ജാസ്മിനൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അതിനെതിരായിട്ട് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ എല്ലാം. ഈ ലോകത്തുള്ള എല്ലാം നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല, ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതേപോലെയാണ് ഈ സിനിമാ മേഖലയിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആരാണ് പറയുന്നത് ശരി, ആരാണ് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ സിനിമയിൽ പോയി കഴിഞ്ഞാൽ അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം സിനിമ മേഖല അങ്ങനെയല്ല, ഇപ്പം എല്ലാം മാറി നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ പണ്ട് ഇതേപോലെ അഭിനയിക്കണമെങ്കിൽ ഒരു മേൽക്കോയ്മ ഒരു ടീംസിനുണ്ട്. അവരുടെ എന്താ പറയുക, രാജകീയമായിട്ടുള്ള ഒരു എന്താ പറയുക, ഈ അവരുടേതാണ്, അവർ കൽപ്പിക്കും, അതനുസരിക്കണം. അത് ആ ഒരു മാടമ്പിത്തരം
ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ അന്ന് അതുണ്ടായി നിലനിൽക്കെ തന്നെ ഈ പറയുന്ന പോലെ നല്ല നല്ല കുറേ കഴിവുള്ളവരെ നമുക്ക് മിസ്സായിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവർ കഴിവില്ലാത്തവരായതുകൊണ്ടല്ല, ചെയ്ത് അവർക്ക് വെച്ചിരിക്കുന്ന എപ്പിക് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിവില്ലാന്ന് എങ്ങനെയാ പറയാൻ ആ പറ്റുക? കഴിവില്ലാത്തവരല്ല, അവർ ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ എന്താ കാര്യം എനിക്കും അറിയില്ല. ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ കാണുമായിരിക്കാം. നമ്മൾ ഈ ഒരു ചർച്ചയിൽ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയക്കകത്തിൽ ഞാൻ ഈ ഒരു സിനിമയുടെ അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു ലേഡി പറയുന്നത് കേട്ടിട്ടാണ് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിനകത്തിലേക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ കൃത്യമായിട്ടുള്ള ലസ്റ്റുകളെയാണ് മുതലെടുക്കുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു നേവൽ കാണിച്ചപ്പോൾ 500K കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യരൊന്നും അല്ല. പക്ഷേ പിന്നീടുള്ള അവരുടെ വീഡിയോയുടെ റീച്ച് എല്ലാ വീഡിയോയ്ക്കും അത്ര റീച്ചിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അവരും പറയുന്നുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. അതിനകത്തിലിരുന്ന് സബ്സ്ക്രിപ്ഷനകത്തിൽ പോലും ഈ പറയുന്ന ആൾക്കാർ പോയിരുന്ന് കാണുന്ന ആൾക്കാരാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നന്നായി കൂടെ. നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇവരെ നന്നാക്കിയിട്ട് അയാൾക്ക് എന്ത് കിട്ടാൻ, അയാൾക്ക് കാണാതിരുന്നാൽ പോരെ എന്നൊരു ചോദ്യം ഉള്ളത്. കാരണം ഇയാൾ കാണുമ്പോൾ അവർക്കാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. പുള്ളിക്കാരത്തെ പറയുന്നത് എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, വേറെ പണിക്ക് പോകേണ്ട ആവശ്യമില്ല, പണ്ടത്തെ അത്രയും റിസ്ക് ഒന്നുമില്ല, ഒരു ഫോൺ മതി, ഇത്ര കാര്യങ്ങൾ, കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാസം ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലസ്റ്റാണ് ഈ പറയുന്ന ലക്ഷങ്ങൾ അവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നത്. എനിക്ക് അവർ ചെയ്യുന്നതിനോട് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട്